കേരളത്തിലെ മിക്കവാറുമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുഖപത്രവും കാണും. CPM-ന് ദേശാഭിമാനി, CPI-ക്ക് ജനയുഗം, മുസ്ലിം ലീഗിന് ചന്ദ്രിക, BJP-ക്ക് ജന്മഭൂമി എന്നിങ്ങനെ ആ പട്ടിക നീളുന്നു. വളരെ ദയനീയാവസ്ഥയിൽ ആണെങ്കിലും കോൺഗ്രസിനുമുണ്ട് ഒരു മുഖപത്രം, വീക്ഷണം. സ്വാഭാവികമായും മറ്റു വാർത്താ പത്രങ്ങളെക്കാൾ വളരെ ദുർബലമായ അവസ്ഥയിലാണ് വീക്ഷണം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അക്കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരുവിധ വിഷമമോ ആശങ്കയോ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഔദ്യോഗികം എന്നതിലുപരി അനൗദ്യോഗികം എന്ന കാറ്റഗറിയിൽ കോൺഗ്രസിനു വേണ്ടി ഒരു ദിനപത്രം പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദിനപത്രം എന്ന ഖ്യാതിക്ക് ഉടമയായ സാക്ഷാൽ മലയാള മനോരമ. കോൺഗ്രസിനെ സംബന്ധിച്ച് വീക്ഷണം പറയുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ മനോരമ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു കോൺഗ്രസ് അനുഭാവിയുടെ വീട്ടിൽ നോക്കിയാലും വീക്ഷണത്തിനു പകരം അവിടെ കിടക്കുന്നത് മനോരമ ദിനപത്രമായിരിക്കും. അതേ മനോരമ ദിനപത്രത്തിൻ്റെ സഹോദര സ്ഥാപനമായ മനോരമ ന്യൂസ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത് 2 ആഴ്ച മുൻപാണ്. UDF-ന് മൃഗീയ ഭൂരിപക്ഷം പ്രവചിച്ച മലയാള മനോരമ ഏതോ 1-2 സീറ്റിൽ ഇടതുമുന്നണിക്ക് നേരിയ മേൽക്കൈ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സർവേയാകുമ്പോൾ എല്ലാം ഏകപക്ഷീയമാകരുത് എന്ന ചിന്തയായിരിക്കാം അതിന് പിന്നിൽ. അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുന്നത് സത്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗം. ഈ സർവേയുടെ മൊത്തം ക്രക്സ് അറിയണമെങ്കിൽ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം നോക്കിയാൽ മതി. ഫലസ്തീൻ വിഷയത്തിൽ ശരിയായ നിലപാട് ആർക്കാണ് എന്ന ചോദ്യം. ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ 34% കോൺഗ്രസിനോട് യോജിച്ച് 1-ാം സ്ഥാനം കൊടുത്തു. അത് ഷാനി പ്രഭാകറും അയ്യപ്പദാസുമൊക്കെ മുഖത്ത് യാതൊരു ചിരിയും വരുത്താതെ നമ്മളെ അറിയിക്കുകയും ചെയ്തു. ഫലസ്തീൻ വിഷയത്തിൽ അതിന് കോൺഗ്രസിന് എന്താണ് നിലപാട് എന്നാണ് അന്ന് ചോദ്യം ഉയർന്നത്. അതിന് മറുപടി മനോരമയ്ക്കില്ല. യഥാർത്ഥത്തിൽ മനോരമയുടെ ഉദ്ദേശം വളരെ സുതാര്യമായിരുന്നു. ഏതു വിധേനയും കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കുക. ചക്രശ്വാസം വലിക്കുന്ന കോൺഗ്രസിനെ രക്ഷിക്കാൻ സ്വന്തം ചാനലിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള ക്രെഡിബിലിറ്റി പോലും ഇല്ലാണ്ടായാലും ദാണ്ടെ മൂഡ് കോൺഗ്രസിന് അനുകൂലമാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു. 2019 പോലെ രാജകുമാരൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കണമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മലയാള മനോരമയിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടിരുന്നു. സാധാരണക്കാരും വായിക്കാൻ ഇടയില്ല. കാരണം സ്റ്റോറി വന്നത് ഇംഗ്ലീഷിലാണ്. മലയാള മനോരമ വായിക്കാൻ സമയമില്ലാത്ത കോൺഗ്രസ്സുകാർ അല്ലാത്തവർ ഇംഗ്ലീഷ് മനോരമ വായിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ സർവേയിലൂടെ കള്ളമാണ് തങ്ങൾ വിളിച്ചു പറഞ്ഞതെന്ന കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് സ്റ്റോറിയിൽ കുറച്ച് സത്യാവസ്ഥയൊക്കെ മനോരമ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രസ്തുത സ്റ്റോറിയിൽ മനോരമ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട 3 സംഗതികൾ ഇതൊക്കെയാണ്. 1. വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും വച്ച് പുലർത്തിയിരുന്ന കോൺഗ്രസും UDF-ഉം പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്നാണ് കരുതുന്നത്. 2. 20 സീറ്റിലും തങ്ങൾ വിജയിക്കുമെന്ന് കരുതിയ പ്രതിപക്ഷത്തിൻ്റെ ആവേശം കെടുത്തുന്നതായി പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ്. 3. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നും കണക്ക് കൂട്ടിയിരുന്നെങ്കിലും ആ പ്രതീക്ഷകൾ വോട്ടായില്ല എന്നാണ് നിഗമനം. അടിപൊളി. അപ്പോൾ മനോരമ പറഞ്ഞു വയ്ക്കുന്നത് കോൺഗ്രസിന് അനുകൂല സാഹചര്യം ഇല്ല എന്ന് തന്നെയല്ലേ? അതെന്താടോ ഇപ്പോൾ അങ്ങനെ ഒരു ടോക്ക്? സർവേയിൽ നീയൊക്കെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും മനോരമയുടെ മറുപടി? അല്ല, അങ്ങനെ ആരും ചോദിക്കില്ല എന്ന ആത്മവിശ്വാസമാണല്ലോ മനോരമ എന്ന പ്രസ്ഥാനത്തെ ഇത്രയും വരെ വളർത്തിയത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു ഈ സത്യങ്ങളൊക്കെ എഴുതി വിടുന്നത്.